ഞങ്ങൾ ടാറ്റ പോവാ. ഹായ് ഗൈസ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണെന്നറിയോ, ഞങ്ങളുടെ മിലോനെ ഗ്രൂം ചെയ്യാൻ പോവുക. ഞങ്ങളുടെ ചെക്കൻ ഇന്ന് ഞങ്ങൾ എപ്പോഴും ഡ്രിം ചെയ്ത് കളയുക ചെയ്യുന്നത്, പക്ഷേ ഇന്ന് ഇവനെ ഫുള്ളായിട്ട് രോമം കളയാൻ പോവുകയാണ്. കാരണം ഇനിയിപ്പോൾ ചൂടല്ലേ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാ 6 മാസം കൂടുമ്പോഴും ഇവനെ ഫുള്ള് രോമം കളയാറുണ്ട്. അപ്പോൾ അതുപോലെ ഫുള്ള് രോമം കളയാൻ പോവുക. അല്ലേ, ടാറ്റ പോവല്ലേ? ടാറ്റ പോവല്ലേ? ഞങ്ങൾ വീടിന്റെ അവിടുന്ന് വണ്ടി എടുക്കാൻ പോവാ. ആള് ഭയങ്കര, അവനിങ്ങനെ ഇടയ്ക്ക് വണ്ടി കയറുമ്പോ ഭയങ്കര കൂളാവും. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ മില്ലോ? നമ്മള് ടാറ്റ പോവാഞ്ഞേ. ടാറ്റ പോവാണോ? ഓമ്പോനെ ഓമ്പത് മമ്മി നോക്കണോ? ഈ കുഞ്ഞിന്റെ മമ്മി മമ്മി ഏതാ നോക്കണോ? കുഞ്ഞിമില്ലോ മമ്മി ടാറ്റ വീണ മമ്മി അവിടെ നിന്ന് നോക്കുവായിരുന്നു. കണ്ടോ, നോക്കിയിരിക്കുക. എന്താണ് നമ്മളിപ്പോ എങ്ങോട്ട് പോണേന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പാവം ചെക്കൻ മണം പിടിക്കുവാണേ. ഇങ്ങനെ അങ്ങനെ വണ്ടിയിൽ ഞങ്ങൾ കൊണ്ടുപോകാറില്ല, വല്ലപ്പോഴും കൊണ്ടുപോകാറുള്ളൂ. അപ്പൊ അതിന്റെ കണ്ട 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 മിലോ ഡാ, തിരിച്ചു വരുമ്പോ നിങ്ങളെല്ലാം സർപ്രൈസ് ആയിട്ടിരിക്കും. ഒരൊറ്റ രോമം ഉണ്ടാവില്ല ഇവന്റെ മേത്ത്. കുഞ്ഞാപ്പി മണം പിടിക്കണടാ. കുഞ്ഞാപ്പി ആരെയും നോക്കുന്നേ ഇരുന്നോണ്ട്? കുഞ്ഞാപ്പി നമ്മളെവിടെ പോവാ? നമ്മള് ടാറ്റ പോവാണോ? ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് നോക്കി കാഴ്ച കാണും എന്റെ കുഞ്ഞ്. വണ്ടി ബിബിയൊക്കെ നോക്കിച്ചോണ്ട് വെച്ചോ. നോക്കിക്ക് ആടവിടെ പോണേ, നോക്കിക്ക്. അത് ഒത്തിരി വണ്ടി. ഞങ്ങള് ടാറ്റ പോവാണേ. അവിടെ ചെല്ലുമ്പോ ഒരു ബഹളമായിരിക്കും. നമ്മളല്ലാതെ വേറെ അങ്ങനെ ആരെയും അവനറിയത്തില്ലല്ലോ, അതുകൊണ്ടുള്ള ബഹളം ചെറിയ രീതിയിൽ. നമ്മൾ വാഴക്കാലുള്ള ഹെലോപെറ്റിലേക്കാണ് പോകുന്നത്. വാഴക്കാലയാണ് കാണിക്കുന്നത്. വാഴക്കാലല്ല, പടമുകള്. എന്താ ആരേ പോണേ? വണ്ടികളൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര നോട്ടം. മോനെ നോക്കിയടാ, ഇതേക്ക് AC-യുടെ അടുത്ത് പോയിട്ട് തലയിൽ വെച്ചേക്കണേക്ക് കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഇതുപോലത്തെ ഇത് നമ്മുടെ ക്യാറ്റ്, ഇവന്റെ പേര് മിലോ എന്നാണ്. ഒത്തിരി പേർക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ വീഡിയോ ഇടാറുള്ളതാണ്. ലൈക്ക് എന്താ പറയാ, ഇവന് പേർഷ്യൻ അല്ല, എക്സ്ട്രീം പേർഷ്യൻ ആണ്, എക്സ്ട്രീം പഞ്ചാണ്. അപ്പം ഇവനിങ്ങനെ സാധാ നമ്മുടെ ക്ലൈമറ്റ് ഒരിക്കലും പറ്റൂല. അവന് ശരിക്കും കൂളിങ് AC-ക്കകത്തൊക്കെയാണ്. ചൂട് കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുള്ള് AC-യിലൊക്കെ ആയിരിക്കും ഇവനെ ഇടുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കും. ഇതാണ് സ്ഥിരം ഇവന്റെ പരിപാടി. ഗിയറൊന്നും മാറ്റാൻ സമ്മതിക്കത്തില്ല. മിലോ അച്ചോ, ഇങ്ങനെ നിച്ചെന്നേ. ഇനി വണ്ടി ഫുള്ള് കറങ്ങൂട്ടോ. ഇതിന്റെ അടിയിക്കിടൊക്കെ, സീറ്റിന്റെ അടിയിക്കിടൊക്കെ കേറി നടക്കും. അല്ലേ കുഞ്ഞേ? മിലോ ബാ, കം സിറ്റ് കം. എന്തിനാ ഈ മണം പിടിക്കണേ? ഇത് ഞാനാടാ. മണ്ട കണ്ടോ, ഇത് വേറൊരു സ്മെല്ലാണെന്ന് വെച്ചാ. മാന്തുന്നു. പതുക്കെ മോനെ. നമ്മള് എത്താനായി, പടമുകള് എത്താനായിട്ടുണ്ട്. ഇവൻ എന്തിനാ എന്റെ കാലെ കയറി മാന്തി പിടിക്കണേ? ഞങ്ങളുടെ പോവാണേ, ഞങ്ങള് ടാറ്റ പോവാണേ, ഞങ്ങളുടെ ഡുണ്ടപ്പ കുഞ്ഞാണേ. ടാറ്റ പോവാ. ഇപ്പൊ വാഴക്കാല ഇങ്ങനെ നമ്മുടെ ഈ നീതി മെഡിക്കൽ സീനിന്റെ തൊട്ടത് ഹെലോപെറ്റ്
ഇവിടെ ആട്ടോ. ഞങ്ങൾ എങ്ങോട്ടാണ് പോണത്? കേട്ടിട്ടോ. എവിടെ ഇരിക്കുന്നേ? എവിടെ ഇരിക്കുന്നേ? ആടു മോനെ മോനെ. കുറച്ച് ഫുഡിന്റെ കാര്യം നോക്കാനുണ്ട്. മ്യാവുന്റെ കിച്ചൺ ഫുൾ കിച്ചണേ ഉള്ളല്ലോ. അഡൾട്ടിന്റെ വരുന്നില്ലേടാ? വെയിറ്റിംഗ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യും ഇവിടെ. അല്ല കുഞ്ഞാപ്പി, എടുക്കടും. ഞങ്ങൾ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടായിരുന്നു പോയത്. 2 മണിക്കാണ് അപ്പോയിന്റ്മെന്റ് എടുത്തത്. പക്ഷേ അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത കുറച്ച് ആൾക്കാരും അവിടെ വന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്ത സമയത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവൻ കരയുവാണോ, പുതിയ സ്ഥലം കണ്ടതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇടയ്ക്ക് ഇങ്ങനെയാണ് കണ്ണിന്നൊക്കെ വെള്ളം വരും. അപ്പൊ ഞാൻ അവിടുന്ന് ഒരു വെറ്റ് ടിഷ്യൂ വാങ്ങിച്ചിട്ട് അവന്റെ കണ്ണൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു. അപ്പം എന്നിട്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും. കാരണം ഫുള്ള് ട്രിം ചെയ്യല്ലേ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ചെറുതായിട്ട് രോമൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കുവാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഇവന്റെ ബോഡിയിൽ എന്തോ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം അത് വന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഫുള്ള്. പിന്നെ ഇപ്പം ചൂട് വരാൻ പോവാണ്. ഇപ്പൊ എങ്ങനെയായാലും ഇങ്ങനത്തെ ക്യാറ്റുകൾക്ക് ഞാൻ പറയുന്നു ഈ ചൂട് കാലത്ത് അവരുടെ ഫുൾ രോമം ഫുൾ ട്രിം ചെയ്ത് ഒരിക്കലെങ്കിലും ട്രിം ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അവർക്കിതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ, ചൂടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നത് എല്ലാ പൂച്ചകൾക്കും, പൂച്ചകൾ മാത്രമല്ല കേട്ടോ, പട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്ക് നല്ലതാണ്. അപ്പം ഇനി ഒരു 2 പൂച്ചകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളോട് വെയിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവനെ അവിടെ കേജിയിലേക്ക് ആക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അത്രയും നേരം ഇവിടെ ഇരിക്കണ്ടല്ലോ, വിശക്കുന്നുമുണ്ട്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോയി, വീട് തൊട്ടടുത്ത ഒരു 2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. വീട്ടിൽ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് മമ്മിയെയും കൂട്ടി വരണോ അത് ഞങ്ങൾ തന്നെ വരണോ എന്നൊന്നും അറിയത്തില്ല, പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ ചെന്നപ്പോഴേ അവിടെ ഒരു ഷിറ്റ്സു ആണെന്ന് തോന്നുന്നു, ഷിറ്റ്സു കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ഡോഗിനെ അവര് ഗ്രൂം ചെയ്തിട്ട് നല്ല സുന്ദരനൊന്നും ഒരാളിനെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് ആ പയ്യൻ അത് ക്യാറ്റിനെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മിലോ അവിടെ വിഷമിച്ചിരിക്കുക. ഇവനിങ്ങനെ കൂട്ടിലൊന്നും ഇടാത്തത് കൊണ്ട് എന്താണ് എന്നറിയാതെ അന്തം വിട്ട് പാവത്തിനെ പോലെ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കര പ്രശ്നം, ഓട്ടം ബഹളം ചാട്ടമൊക്കെ ആയിരിക്കും. ഇതിപ്പം എന്താണ് അവിടെ ചെന്നതുകൊണ്ട് അവന് പേടിയായിട്ടാണ് എന്താ കിടക്കണേന്നൊന്നും അറിയത്തില്ല പാവം. ആ ഇല്ല, പാവം കേട്ടോ, നോക്കേണ്ടിരിക്കുക. ഓക്കെ, നമുക്കേ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഞങ്ങൾ ഇവനെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോവാണ്. ദേ ഇരിക്കുന്നു പാവം. അതെന്നെ എടുക്കുന്നു, അതാരെടുക്കുന്നു? ഒന്ന് കാണായിരുന്നു. അല്ല, അത് ട്രിമ്മ് ചെയ്യുന്നു. ഞങ്ങൾ അവനെ അവിടെ ആക്കിയിട്ട് ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സമയം ഒരു 1.5-2 മണിക്കൂർ എടുക്കും എന്നാണ് പറഞ്ഞത്. കാരണം ഫുൾ സീറോ ട്രിം ചെയ്യാനാണല്ലോ. സീറോ ട്രിം ചെയ്തിട്ട് ഫുൾ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് നഖമൊക്കെ മുറിച്ച് എല്ലാം ചെയ്ത് തരും കേട്ടോ അവര്. ഞാൻ സ്ഥിരം വരുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ടൈം എടുക്കും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൽ വീട്ടിൽ പോയിട്ട് വരാം. ഫുഡ് കഴിച്ചില്ലായിരുന്നു, അപ്പൊ കഴിച്ചിട്ടൊക്കെ പതുക്കെ വരാമെന്ന്. അപ്പത്തേക്ക് അവനെ ഫുൾ സെറ്റ് ആക്കിയിട്ട് ഞാൻ വിചാരിച്ചിരുന്നു അവനെ ചെറുതായിട്ട് ഇങ്ങനെ രോമൊക്കെ എടുക്കണ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ടൈം എടുക്കുന്നു പറഞ്ഞു. കുറച്ചു നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷെ നടന്നില്ല. ഞാനിങ്ങനെ തിരിച്ചു പോകുന്നു. എൻ്റെ ദേഹം നിറച്ചും മറ്റേ ഇവന്റെ രോമമാണ്.
തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. അവരെ കാണാൻ തന്നെ നിങ്ങൾ ഇത് പൂച്ചാന്ന് വിചാരിക്കും, അതുപോലെ ഇരിക്കും. ഇവൻ ആദ്യമായിട്ടാണ് അവനെ അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് ഇവന്റെ എക്സ്പ്രഷൻ എടുക്കാം ഫസ്റ്റ്. വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മമ്മി വരാമെന്ന് പറഞ്ഞത്. മമ്മിയും കൂടെ വരാം, അവനെ കാണട്ടെ എന്നും പറഞ്ഞിട്ട് മമ്മി പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അവന്റെ എല്ലാം ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മിയാണ് പോയിട്ട് അവനെ എടുക്കുന്നത്. ഞങ്ങൾക്ക് ശീലമുണ്ട്, ഞങ്ങൾ കുറെ തവണ കണ്ടിട്ടുള്ളത്. മമ്മി അവനെ ഏറ്റുവാങ്ങിയിരിക്കും, കുഞ്ഞിനെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. മറ്റേ എവിടുന്നായിരുന്നു, ലേബർ റൂമിൽ നിന്നല്ലേ, ലേബർ റൂമിൽ നിന്ന് കൊച്ചുങ്ങളെ എടുക്കുന്നത് പോലെ. അപ്പൊ അവന്റെ ദേഹത്ത് ചെറുതായിട്ട് പറഞ്ഞില്ലായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അതാ കുട്ടി നോക്കുക. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവനിങ്ങനെ വെപ്രാളം കാണിക്കുക. അത് കണ്ട എങ്ങനെയുണ്ട് അവനെ കാണാൻ വേണ്ടിട്ട്, നിങ്ങളൊന്ന് നോക്കിക്ക്. ഇപ്പൊ ഞങ്ങളുടെ പണ്ടത്തെ മിലവാന്ന് പറയത്തേ ഇല്ല. അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഒരുമാതിരി ഏലിയനെ പോലെ. ഞാൻ ഇവനെ എപ്പോഴും ഏലിയാന്നാ വിളിക്കുന്നത്. ഇനി ഈ രോമം ചെറുത് കുറ്റി കുറ്റിയായി വന്ന് ഒരു 2 ആഴ്ച കൊണ്ട് അത്യാവശ്യം വരും കേട്ടോ. ഇതാ അടിയിൽ കൂടെയൊക്കെ പോവാണ്. ഇവൻ ഈ ഫുൾ ട്രിം ചെയ്തിട്ട് മെഡിക്കേറ്റഡ് ബാത്ത് ചെയ്തു, പിന്നെ ഇയർ ക്ലീനിങ് ചെയ്തു, നഖം കട്ട് ചെയ്തു, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോർമൽ അവിടെ ഇതെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് 1000 രൂപയേ ഉള്ളൂ ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, സ്ഥിരം പോകുന്നതായിട്ട് 800 രൂപയ്ക്ക് അവർ ചെയ്തു തരും. പിന്നെ എനിക്ക് ഇവന് കുറച്ച് ഫുഡ് വേറെ സ്ഥലത്തുനിന്ന് മേടിക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ഇവന് വിശക്കുന്നുണ്ടെന്ന് തോന്നി. ഞാൻ ഓൾറെഡി അവിടുന്ന് മറ്റേ സിപ്പപ്പില്ലേ ക്യാറ്റിനൊക്കെ കൊടുക്കുന്നത്, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി കുറെ നേരം കൊണ്ട് പറയുന്നുണ്ട് വിശക്കുന്നുണ്ടാവൂടി. 2 മണിക്കൂറായിരുന്നു അങ്ങോട്ട് കൊണ്ട് നമ്മൾ വിട്ടിട്ട്. അപ്പം വിശക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് തന്നെ അവന് ജസ്റ്റ് മ്യാവുന്റെ തന്നെ ആ ഒരു ഇത് കൊടുത്തു, ഫുഡ് കൊടുത്തു, ട്രീറ്റ് കൊടുത്തു. അപ്പം അവനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. മമ്മി വളരെ മനോഹരമായിട്ട് വളരെ വിദഗ്ധമായിട്ട് എനിക്ക് എടുത്തു തന്ന വീഡിയോ ആണ്. അപ്പൊ എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല, ഞാനത് അങ്ങനെ പോസ്റ്റ് ചെയ്യാണ്. ബ്ലറായി പോയിട്ടുണ്ട്. മമ്മിക്ക് അങ്ങനെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് തരാൻ പറ്റിയില്ല, കാരണം സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് മമ്മി കാണുന്നില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. എന്നെയും കാണുന്നില്ല, മിലോനെയും കാണുന്നില്ല, എന്തോ ഒരു അദൃശ്യ രൂപം മാത്രമാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷെ ഞാനതങ്ങ് പോസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അവനത് ഫുള്ള് കഴിച്ചു. അവന് വിശക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വീട്ടിലാറുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നതല്ലേ. അപ്പൊ നമുക്കിനി അടുത്ത കൊണ്ട് വീട്ടിൽ വന്നു. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ബൈ പറഞ്ഞേ.